ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ വേണുവേട്ടൻ വീടൊക്കെ പൂട്ടി 3 പേരും 3 വഴിക്കാട്ട് പിരിയുവാണ്. വേണുവേട്ടനും രാധമ്മയും രാധമ്മയുടെ സ്ഥലത്തോട്ട് വാടക വീടെടുത്ത് പോവുകയാണ്. പ്രിയയും ജയനും അവരുടെ സ്വന്തം വീട് റെഡിയാക്കി പോവുകയാണ്. രാജു ആണെങ്കിൽ മുംബൈയിലോട്ടും പോവുകയാണ്. രാധമ്മ പുന്നക്കീഴ് ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ്. എൻ്റെ പുന്നക്കീഴിൽ അമ്മേ, ഞങ്ങളെല്ലാവരും 3 വഴിക്കാട്ട് പിരിയുവാണേ, ഞങ്ങളെ എല്ലാവരെയും കാത്തോണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാണ്. വളരെയേറെ സങ്കടം നിറഞ്ഞ ഒരു രംഗമാണ് അവിടെ കാണുന്നത്. രാജു കരഞ്ഞുകൊണ്ട് വീടും പരിസരവും നോക്കുവാണ്. അവൻ ഓടിക്കളിച്ച് വളർന്ന സ്ഥലമല്ലേ അത്. അതുപോലെ തന്നെ വേണുവേട്ടൻ ഇവിടെ സകല സ്വപ്നങ്ങളും പൂവണിഞ്ഞ ഒരു വീടല്ലായിരുന്നു അത് വിട്ടുപോകുമ്പോൾ ആർക്കായാലും സങ്കടം ഉണ്ടാവുമല്ലോ. അത് ഇവർക്കല്പം കൂടുതൽ സങ്കടമാണ്. പക്ഷേ അല്പം പോലും സങ്കടമില്ലാതെ പ്രിയയും ജയനും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രാജു അച്ഛൻ്റെ കൈക്കും പിടിച്ച് പുറത്തോട്ട് ഇറങ്ങുവാണ്. അവരെല്ലാവരും അങ്ങനെ പോകാനായിട്ട് പുറപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ സുമിത്ര അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, നിങ്ങൾ പോകാൻ ഒരുങ്ങുമായിരുന്നോ? അതേ സുമിത്ര എന്നിങ്ങനെ നമ്മുടെ രാധമ്മയും പറയുവാണ്. അപ്പോൾ രാജു ഇപ്പോൾ മുംബൈക്ക്, അവിടുന്ന് പിന്നെ ഗൾഫിലേക്ക്. ജയനും പ്രിയയെ അവരുടെ വീട്ടിലോട്ട് പോവുക. അപ്പോൾ രാധമ്മ ശ്രീലക്ഷ്മിക്ക് ജോലിയുണ്ടല്ലോ, അതുകൊണ്ട് അവളെ ഹോസ്റ്റലിലാക്കി. ഞാനും വേണുവേട്ടനും ഇരുത്തിക്കാട്ടിലുള്ള ഒരു വാടക വീട്ടിലോട്ടാണ് പോകുന്നത്. രാധമ്മ, ഞാൻ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാനാ. ഞാൻ ഇന്നലെ ഗുരുവായൂരിൽ തൊഴാൻ പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നിങ്ങളുടെ കൊച്ചമ്മണി വല്യമ്മയെ കണ്ടിരുന്നു. ഈ ജയൻ്റെ അമ്മേ. ഉടനെ പ്രിയ, അയ്യോ അവർ ദുബായിലാണെന്നാണല്ലോ പറഞ്ഞത്. അയ്യോ അല്ല, അവർ ദുബായിലും അല്ല, തൃശ്ശൂർ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾ വീട് വിറ്റ് പോവുകയാണെന്നും പറഞ്ഞു. അത് കേട്ട് അവർ അമ്പലനടയിൽ നിന്ന് ഒത്തിരി കരഞ്ഞു. നല്ല ഒരു പൊതിക്കെട്ട് ഇങ്ങനെ കാണിച്ചിട്ട് സുമിത്ര പറയാം, ഇത് രാധമ്മയുടെ തരാൻ പറഞ്ഞു. എന്താ ഇത്? കുറച്ച് കാശാ. പലപ്പോഴായിട്ട് രാധമ്മയും രാജുവിനെയും പറ്റിച്ചുണ്ടാക്കിയ കാശാണ്. ഇത് രാധമ്മയുടെ കയ്യിൽ കൊടുക്കണമെന്നും പറഞ്ഞു. സുമിത്ര അങ്ങനെ പറഞ്ഞത് കേട്ടതും ദാണ്ട ജയനും പ്രിയ അങ്ങ് ഞെട്ടി. തള്ള കൊള്ളാമല്ലോ, ഞങ്ങൾക്ക് തരാതെ കൊടുക്കുന്ന കണ്ടോ എന്നിങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുവാണ്. രാധമ്മ അങ്ങനെ സുമിത്രയുടെ കയ്യിൽ നിന്ന് ആ പൈസയൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. പ്രിയയും ജയനും അതേ തന്നെ ഇങ്ങനെ നോക്കുന്ന രാധമ്മ കാണുന്നുണ്ട്. രാധമ്മ അതൊന്ന് അഴിച്ചു പോലും നോക്കാതെ അങ്ങനെ അങ്ങ് പ്രിയയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട്, ഇന്നാ ഇത് നിങ്ങളെ വെച്ചോ എന്ന് പറയുക. ജയനും പ്രിയയ്ക്കും ഭയങ്കര സന്തോഷം. ഇങ്ങനെ മക്കളുണ്ടല്ലോ, സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ നരയിക്കുന്ന കാണുമ്പോഴും അതിൽ നിന്നും പിടിച്ചു പറിക്കാൻ നോക്കുന്ന മക്കൾ. എന്നാ രാധ, ഇനി നിൽക്കണ്ട, നമുക്ക് പോകാം എന്നിങ്ങനെ വേണുവേട്ടൻ പറയുമ്പോൾ പെട്ടെന്ന് ജയൻ പറയാം, എന്നാൽ ഞങ്ങളെയും കൂടെ അങ്ങോട്ടൊന്ന് ഇറക്കണേ. ആ ടാക്സി ചാർജ് കൊടുക്കാതെ ലാഭം പിടിക്കാമല്ലോ. എൻ്റെ പ്രാണനെ പിരിയുന്ന വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധമ്മ രാജുവിനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ മുത്തം കൊടുക്കുക. രാജുവും പൊട്ടിക്കരയുവാണ്. ഇതെല്ലാം കണ്ടോണ്ട് ജയനും പ്രിയയും നിൽക്കുന്നുണ്ട്. ഒന്നും കണ്ടിട്ട് അവർക്ക് ഒരു റിയാക്ഷനും ഇല്ല. വേണുവേട്ടനെ സഹിക്കാൻ പറ്റുന്നില്ല. മോനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. അങ്ങനെ അവരെല്ലാവരും ഒരു കാറിൽ കയറി അങ്ങ് പോകുന്നുണ്ട്. രാജു അവിടെ നിൽക്കുവാണ്. രാജു ഒന്നുകൂടെ വീടൊക്കെ നോക്കി കരഞ്ഞിട്ട് അവൻ പോകേണ്ട കാറിൽ കയറി രാജു അങ്ങ് പോവുകയാണ്. പ്രതാപൻ്റെ വീട്ടിൽ ഋതിക ഇങ്ങനെ എന്തോ വലിയ ആലോചനയിൽ ഇരിക്കുവാണ്. ആ സമയത്ത് പ്രതാപൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് യാമിനി എന്ന് വിളിക്കുന്നു. യാമിനി അപ്പോഴും അങ്ങോട്ട് വരുന്നുണ്ട്. അംബികയും വരുന്നുണ്ട്. യാമിനിയോട് പറയുന്നു, യാമിനി, ഞാൻ പുറത്തോട്ടൊന്ന് പോയിട്ട് വരട്ടെ. ഉടനെ ഋതിക, അച്ഛാ ഞാനും വരട്ടെ. വേണ്ട, എനിക്ക് തനിയെ പോകാൻ അറിയാം എന്നും പറഞ്ഞ് അംബികയെപ്പോലും നോക്കാതെ പ്രതാപൻ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ മുകളിൽ നിന്നും നന്ദനയുടെ ശബ്ദം കേൾക്കാം. ദീപു, അവരെയൊക്കെ ഒന്ന് വിളിക്ക്, എനിക്ക് അവരോടൊക്കെ കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ ദീപക്കിനെയും കൂട്ടി നന്ദന താഴോട്ട് ഇറങ്ങി വന്നിട്ട് പറയും, ആഹാ, ഈ വീട്ടിലെ സീനിയേഴ്സ് അല്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഞാൻ ദീപുവിനെ കൊണ്ട് നിങ്ങളെയൊക്കെ വിളിപ്പിക്കാൻ തുടങ്ങുമായിരുന്നു. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അംബിക ദേഷ്യത്തെ ചോദിക്കും, എന്താടി നിനക്ക് ഇത്ര സംസാരിക്കാനുള്ളത്? അംബികയുടെ അഹങ്കാരത്തിലുള്ള ചോദ്യം കേട്ടിട്ട് ഉടനെ നന്ദന പറയാം, വെറുതെ BP കൂട്ടല്ലേ, കണ്ണ് തള്ളി പിന്നെ സ്ട്രോക്ക് വന്ന് കട്ടിൽ കിടക്കേണ്ടി വരും. നിങ്ങളങ്ങനെ കട്ടിലെങ്ങാനും വീണാൽ മരുമകളായ ഞാൻ ഉൾപ്പെടെ ഒരു ഡോഗ് പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല. അറക്കാൻ കൊണ്ടുവച്ചിരിക്കുന്ന പശുക്കുട്ടിയെ പോലെ ദീപക്കൊന്നും മിണ്ടാതെ തലകുനിഞ്ഞിങ്ങനെ നിൽക്കുവാണ്. നിങ്ങളെല്ലാവരും ഞാൻ വിളിക്കുന്നിടത്തോട്ട് വന്നേ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞ് നന്ദന പോകുമ്പോൾ അവളുടെ പുറകിന് എല്ലാവരും പോവുകയാണ്. നന്ദന ഹോളിലെ സോഫയിൽ വന്ന് കാലുമേ കാൽ വെച്ചൊക്കെ ഇരുന്നിട്ട്, ദീപു എൻ്റെ അടുത്ത് വന്നിരിക്കൂ. ദീപക്കിന് ജീവൻ പോലും ഇല്ലാത്തൊരു പ്രതിമ പോലെ ഇങ്ങനെ ദീപക്ക് ഇരിക്കുവാണ്. അംബിക അങ്ങോട്ട് മാറിയിരിക്കുന്നുണ്ട്. യാമിനിയും ഋതിയെ ഇരിക്കാതെ അങ്ങനെ നിൽക്കുവാണ്. എനിക്ക് പറയാനുള്ളത് ഒരു സീരിയസ് മാറ്ററാ, അതനുസരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് മനസ്സിലാക്കിയ അംബിക, എന്താടി നിനക്ക് പറയാനുള്ളത്? വേണ്ടേ, നിങ്ങളെ ഞാൻ നേരത്തെ വാർണിംഗ് ചെയ്തതാ, എടീന്നൊന്നും എന്നെ വിളിക്കരുത്. ഞാൻ നന്ദന പിള്ളയാണ്. വർമ്മ സാറ് ഋതികയുടെ പിതൃത്വം അംഗീകരിക്കാൻ വേണ്ടിയാണ് അംബിക വർമ്മ ഋതിക വീടും പറമ്പും എൻ്റെ പേരിൽ എഴുതി വെച്ചത്. ഋതിക പറയോ, എനിക്ക് ഏറ്റവും വലിയ സ്വത്ത് എൻ്റെ അച്ഛന്.
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, സ്വന്തം അച്ഛനോട് സ്നേഹവും ആരാധനയൊക്കെ തോന്നുന്നത് സാധാരണ പെൺമക്കൾക്കുള്ളതാണ്. എൻ്റെ വിഷയം അതൊന്നുമല്ല. പക്ഷേ ഈ സ്വത്തുക്കളല്ല എൻ്റെ പേരിലായതുകൊണ്ട് ഈ വീട്ടിലെ നായിക വേണ്ട, മെയിൻ സാബ് ഞാനാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ മെയിൻ സാബ് എന്ന് വിളിച്ചാൽ മതി. അംബിക ചോദിക്കുക, ഇതെന്താ മിലിറ്ററി ക്യാമ്പോ? നീ ആരാടി? നീ എന്താ പട്ടാളക്കാരിയോ? എന്നാലേ ഇവിടെ താമസിക്കണമെങ്കിൽ എന്നെ മെയിൻ സാബ് എന്ന് തന്നെ വിളിച്ചിരിക്കണം. എൻ്റെ സ്വഭാവം വെറുതെ ചീത്തയാക്കല്ലേ. ഞാൻ ചീത്തയായാൽ അനന്തം പിള്ളയേക്കാളും വലിയ ഫ്രോഡാണ്. എടി, നീ കൂടുതലങ്ങ് കളിച്ചാലേ ദാണ്ട് ഇവളെ എഴുതി തന്ന തീരാധാരം എൻ്റെ കയ്യിലാ. അത് ഞാൻ എടുത്തങ്ങ് കീറിക്കളയും, അല്ലെങ്കിൽ അതങ്ങ് കത്തിച്ചു കളയും. അതോടെ തീരും ഇതിനകത്ത് നിന്റെ ആട്ടം. പരിഹാസ ചിരിയോടെ നന്ദന പറയും, ആ ലോക്കറിൽ വെച്ചിരുന്ന ഡോക്യുമെന്റ്സ് അല്ലേ, ആ ലോക്കറൊക്കെ ഞാൻ എപ്പോഴേ തകർത്തു. അംബികയും മറ്റുള്ളവരും ഷോക്കായതുപോലായി. അംബിക പെട്ടെന്നങ്ങ് ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക. നന്ദന പറയാം, ആ തീരാധാരമൊക്കെ ഇപ്പൊ എൻ്റെ കയ്യിൽ സേഫായിട്ടിരിക്കുക. അത് എൻ്റെ ലോക്കറിലാ, സേഫ് ലോക്കറിൽ. ദേഷ്യത്തോടെ അംബിക ഡി എന്ന് വിളിക്കുമ്പോൾ നന്ദന കൈ ഓങ്ങിയിട്ട് പറയുന്നു, വേണ്ട അംബിക, ഞാനൊന്ന് കരണത്ത് തന്നാൽ അംബികയ്ക്കത് താങ്ങാനാവില്ല. നന്ദനെ അങ്ങനെ പറഞ്ഞത് കേട്ട് അംബിക ദീപക്കിന്റെ മുഖത്തോട്ട് നോക്കുന്നു. ദീപക്കിന്റെ അക്ഷരം പോലും മിണ്ടാൻ വയ്യാതെ ദീപക് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുവാണ്. അംബികയ്ക്ക് അറിയില്ലല്ലോ ദീപക്കിനെ അവൾ റിവോൾവർ കാണിച്ച് പേടിപ്പിച്ച് നിർത്തിയിരിക്കുവാണെന്ന്. പക്ഷെ ഹൃതിയയ്ക്കും യാമിനിക്കും ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ അംബിക അവിടെ നിന്ന് അങ്ങ് നടന്നു പോവുക. ഉടനെ നന്ദന പറയാ, ദീപവും ചെറിയമ്മായി ഒന്ന് മാറി തരുവോ, എനിക്ക് പേഴ്സണലായിട്ട് ഹൃതിയോടൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ ദീപക്കും യാമിനി അവിടെ നിന്ന് അങ്ങ് പോയി. ഹൃതികയും നന്ദനയും മാത്രമായി. ഹൃതിക എന്നോട് ക്ഷമിക്കണം, ഞാൻ ഹൃതികയോടും രാജുവിനോടും മനഃപൂർവ്വം ഒരു തെറ്റ് ചെയ്തു. രാജുവിന് എന്നോട് ഒരു പ്രേമവും ഇല്ലായിരുന്നു. അത് കേട്ട് ഹൃതിക അങ്ങ് ഞെട്ടി. ആ രാജുവിന് എന്നെ കാണുന്നത് തന്നെ വെറുപ്പായിരുന്നു. എന്നെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെയൊക്കെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്തതാ. സങ്കടവും ദേഷ്യവും കൊണ്ട് ഹൃതിക എടി എന്നിങ്ങനെ വിളിക്കുമ്പോൾ നന്ദന പറയാം, പൊട്ടിത്തെറിക്കാതെ ബാക്കിയും കൂടെ പറയുന്ന കേക്ക്. ഈ സമയം അംബിക ഓടി വന്ന അവിടെ റൂമിലെ ലോക്കർ തുറന്ന് നോക്കുമ്പോൾ അതിനകത്തങ്ങ് ഒരു കുന്തവുമില്ല. അംബിക ദേഷ്യത്തോടെ അതിലിരിക്കുന്ന ഓരോന്ന് വലിച്ചു വാരി എറിഞ്ഞിട്ട്, ദൈവമേ, എനിക്കുള്ള ശവപ്പെട്ടി ഞാൻ തന്നെ പണിഞ്ഞല്ലോ, അവളൊരു പാവമാണെന്നല്ലോ ഞാൻ കരുതിയത്. ദീപക്കപ്പോഴും അംബികയുടെ അടുത്തോട്ട് ചെല്ലുന്ന, എന്താമേ? എടാ മോനെ, ഈ വീടിൻ്റെ വസ്തുവിൻ്റെ എല്ലാം തീരാധാരം അവൾ അടിച്ചു മാറ്റിയടാ. ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഇത്രയും കാലം കൊണ്ട് ഞാൻ എത്ര പേരെ തകർത്തു. ആദ്യം മഹാദേവവർമ്മ, പിന്നെ പത്മയെ, അതിൻ്റെ പേരിലാ ജഗന്നാഥനെ. അതും പോരാഞ്ഞിട്ട് രാജുവിനെ ഹൃതിക ഞാൻ രണ്ടാക്കി. അവസാനം എല്ലാം അവളുടെ കയ്യിലായല്ലോടാ. എടാ, അവള് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായല്ലോടാ. അമ്മേ, എനിക്ക് അവളെ പേടിയാമ്മേ. ആ അനന്തം പിള്ളേ അവിടെ പിന്നിലുണ്ട്. അവൾ എന്നെ കൊന്നുകളയുമോന്നാ എൻ്റെ പേടി. എന്നാൽ അവളെ ഞാനങ്ങ് കൊന്നേക്കാം, അപ്പൊ തീരുവല്ലോ എല്ലാം എന്നും പറഞ്ഞ് അംബിക ആ കബോർഡിൽ നിന്ന് ഒരു കത്തിയാണെന്ന് തോന്നുന്നു വലിച്ചിങ്ങനെ എടുത്തോണ്ട് പോവുകയാണ്. ഉടനെ ദീപക്, അമ്മേ, അപകടം കാണിക്കല്ലേ, ഇന്നലെ രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ രാത്രിയിൽ എന്തുണ്ടായാലെന്താ, ഇന്ന് ഞാൻ അവളെ കൊല്ലുവടാ. അമ്മേ, ഒന്ന് അടങ്ങമ്മേ, അവളുടെ കയ്യിൽ റിവോൾവർ ഉണ്ടെന്ന്. പെട്ടെന്ന് അംബിക അങ്ങ് ഞെട്ടി. ഞാൻ പറയാമേ എന്നും പറഞ്ഞ് ദീപക് രാത്രി നടന്ന സംഭവം പറയുകയാണ്. നന്ദന ദീപക്കിന്റെ ചെവിക്കുറ്റി നോക്കി അടിച്ചപ്പോൾ തിരിച്ചവൻ അടിക്കാനായിട്ട് നന്ദനെ കൈയോങ്ങിയപ്പോൾ അവൾ റിവോൾവർ എടുത്ത് അവന്റെ നെറ്റിയിൽ വെച്ച കഥയൊക്കെ ദീപക് അങ്ങനെ പറഞ്ഞത് കേട്ടതും അംബികയുടെ കയ്യിലിരുന്ന ആ കത്തി അങ്ങ് താഴെ വീണു. ഈ സമയം നന്ദന ഹൃതിയോട് പറയാം, ഈ കഥയിലെ വില്ലി എന്ന കഥാപാത്രം ഞാനായതുകൊണ്ട് സിറ്റുവേഷൻസ് എനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി ഞാൻ കളിച്ച ഒരു ഡ്രാമയാണത്. അതായിരുന്നു ഈ പ്രേമകഥ. ഹൃതിക കരഞ്ഞോണ്ട് ചോദിക്കുന്നു, നീ ഞങ്ങളുടെ ലൈഫ് തകർത്ത് അല്ലേടി. എനിക്ക് ജയിക്കണമായിരുന്നു, അതുകൊണ്ട് എനിക്കത് വേണ്ടി വന്നു. പുരുഷന്മാരുടെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകുമെന്ന് പറയുന്ന പോലെയാ സ്ത്രീയുടെ വിജയത്തിന്റെ പിന്നിലും പുരുഷന്മാരുണ്ടാകും. നീ എന്ന സ്ത്രീ ജയിക്കാതിരിക്കാൻ വേണ്ടി നിന്റെ പിന്നിൽ നിന്ന പുരുഷനെ ഞാൻ അങ്ങ് ഇല്ലാതാക്കി. കരഞ്ഞോണ്ട് ഹൃതിക അങ്ങനെ ഓരോ രംഗങ്ങൾ ഓർക്കുവാണ്. നന്ദന വന്ന് രാജുവിനെ കെട്ടിപ്പിടിച്ചതും ഹൃതിയ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് രാജുവിനെ വിളിച്ചു വരുത്തിയപ്പോൾ നന്ദന എന്തിനാ രാജു എന്നെ വിളിച്ചത് എന്നും ചോദിച്ചങ്ങോട്ട് വന്നതും ഇതെല്ലാം കണ്ട് തെറ്റിദ്ധരിച്ചായിരുന്നല്ലോ ഹൃതിക രാജുവിനെ വെറുത്തത്. അതെല്ലാം ഇപ്പം നുണയായിരുന്നെന്ന് നന്ദന പറയുമ്പോൾ ഹൃതിക ആകെ ചങ്ക് പൊട്ടി കരയുവാണ്. ഹൃതിക കുറച്ച് കരയട്ടെ, കാരണം അവൾക്കും കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നല്ലോ. ഇത്രയും കാലം കൊണ്ട് രാജുവിനെ നന്നായിട്ട് അറിയാം, അവൻ്റെ സ്വഭാവവും അറിയാം. എന്നിട്ടും ഇവളൊരു ഫ്രോഡാണെന്ന് ഇവക്ക് മനസ്സിലായിട്ടും അവൾ പറഞ്ഞതാണല്ലോ വിശ്വസിച്ചത്. അപ്പോൾ കുറച്ച് കരയട്ടെ. എടീ നിന്നെ ഞാൻ എന്നും പറഞ്ഞ് ഹൃതിക നന്ദനയുടെ കഴുത്തിന് കയറി പിടിക്കുമ്പോൾ നന്ദന ചിരിച്ചോണ്ട് പറയും, നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ലടി, നീ ഇപ്പം ദുർബലയാ, പാർവതിക്ക് ശിവനെന്ന പോലെ. നിന്റെ കൂടെ രാജുവില്ലെങ്കിൽ നിനക്കൊരു ശക്തിയുമില്ല. അവൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഹൃതിക കരഞ്ഞുകൊണ്ട് അവിടെ കഴുത്തിൽ വെച്ചെന്നെ കൈ അങ്ങ് എടുത്തു മാറ്റി. അയ്യോ രാജു, എൻ്റെ രാജു, എനിക്കിപ്പോൾ എൻ്റെ രാജുവിനെ കാണണം എന്നും പറഞ്ഞ് ഹൃതിക ഓടാനൊരുങ്ങുമ്പോൾ നന്ദനെ അവിടെ കൈക്ക് പിടിച്ച് നിർത്തിയിട്ട് പറയാം,
വിധി അതിനേക്കാൾ ക്രൂരത കാണിക്കും ഹൃതിയെ. രാജുവിനെ ഇനി നിനക്ക് കിട്ടില്ല. അവൻ ഈ രാജ്യം വിട്ടു പോവുക, ജോലി തേടി പോവുക. എവിടേക്കാ ഒന്ന് പറ എന്നും പറ ഹൃതിയെ കരയുവാണ്. എവിടേക്കാണെന്നൊന്നും കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. UAE-ലോ ലണ്ടനിലോ മറ്റോ ആണ്. ഇപ്പോൾ അവനൊരു കാറിൽ എയർപോർട്ടിലോട്ട് പോയിരിക്കുക. അവന്റെ ഫ്ലൈറ്റ് ടൈം 12:30 ആണെന്ന് തോന്നുന്നു. അത് കേട്ടതും ഹൃതിയെ ഓടുവാണ്. മോളെ എന്നും പറഞ്ഞിട്ട് യാമിനി വരുമ്പോൾ യാമിനി അവൾ പിടിച്ചു നിർത്തിയിട്ട് പറയാം, അവളെ എയർപോർട്ടിലോട്ടാണെന്നാ തോന്നുന്നത്. രാജു ദുബായിലോ മറ്റോ പോവുക, ഇപ്പൊ പോയി കാണും. ഇവളതറിഞ്ഞോണ്ട് പുറകെ പോവുക എന്നും പറഞ്ഞൊരു കളിയാക്കലോടെ അവൾ മുകളിലോട്ട് കയറി അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ രാജു കാറിൽ പോയിക്കൊണ്ടിരിക്കുക. രാജുവിന് ഹൃതിയെക്കുറിച്ചുള്ള ഓർമ്മ, അവളെ താലി കെട്ടിയ ആ നിമിഷം, ഇതൊക്കെ ഓർത്ത് അവനിങ്ങനെ കരയുവാണ്. യാമിനി അവിടെ നിന്നോട് പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ ഋതുമോൾക്ക് രാജുവിനെ കാണാൻ പറ്റണേ. താണ്ട പ്രതാപൻ എപ്പോഴും ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്താ പ്രതാപേട്ട പോയ ഉടനെ തിരിച്ചു വന്നത്? എന്തു പറ്റി? എൻ്റെ കാറിന് നേരെ കരിങ്കൊടി, അവഗണിച്ച് മുന്നോട്ട് പോയാൽ പിന്നെ കല്ലേറുണ്ടാവും. അതുകൊണ്ടാ തിരികെ വന്നത്. വീട്ടിലും നാട്ടിലും സ്വസ്ഥതയില്ലാതായി. കഷ്ടകാലമാ പ്രതാപേട്ട. കഷ്ടകാലവും നല്ല കാലവും ഒക്കെ നമ്മൾ വരുത്തി വെക്കുന്നതാ യാമിനി. ഇപ്പോഴാണോടാ പൊട്ട നിനക്ക് മനസ്സിലായത്? ഇപ്പൊ വന്ന ഈ കഷ്ടകാലങ്ങൾക്ക് ജാതകവിധിയെ പറഞ്ഞിട്ട് കുറ്റമില്ല. ഇതൊക്കെ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയതാ. ഏട്ടാ ഇപ്പം മറ്റൊരു വാർത്ത അറിഞ്ഞു. വിഷമിക്കാനുള്ളതാണെങ്കിൽ പറയണ്ട യാമിനി. അത് ചേട്ടാ, രാജു നാട് വിട്ടു പോവുക. എവിടേക്കാണെന്ന് വല്ലതും അറിഞ്ഞോ? ജോലി അന്വേഷിച്ച് പോവുക. ഗൾഫിലോട്ടാണെന്നാ അറിഞ്ഞത്. പ്രതാപൻ അവിടെ ഇരിക്കുന്നത് കണ്ടോണ്ട് നന്ദന ഒരു ഗ്ലാസ്സിൽ മദ്യമായിട്ട് വന്ന സോഫയിൽ കാലും വെച്ചിങ്ങനെ പ്രതാപനെ നോക്കി കുടിക്കുവാണ്. പ്രതാപൻ ഇങ്ങനെ അതിശയത്തോടെ അവളെ നോക്കുക. ഇതിനു മുമ്പ് പ്രതാപൻ അവളുടെ അഭിനയം കണ്ടിട്ട് സ്വന്തം മകളെ കുറ്റം പറഞ്ഞതല്ലേ, പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണോന്നൊക്കെ. അപ്പോഴങ്ങോട്ട് ദീപക്കും അംബികയും വരുന്നുണ്ട്. നന്ദന ദീപക്കിനോട് പറയാം, ദീപു ഒരു ഡ്രിങ്ക് കൂടെ എടുത്തോണ്ട് വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. അംബിക അങ്ങോട്ട് വന്നിട്ട്, എടി നീ എന്തായി കാണിക്കുന്നത്? നീ ആരുടെ മുമ്പിലാ കാലും കയറ്റി വെച്ചിരിക്കുന്നതെന്ന് അറിയാവോ? കാല് താഴെ ഇറക്കി വെക്കടി. അവൾ ഒന്നുകൂടെ കാല് മുകളിലോട്ട് കയറ്റി വെച്ച്, എടി നിന്നോടല്ലേ പറഞ്ഞ കാല് താഴെ ഇറക്കി വെക്കാൻ. പ്രതാപൻ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ടോ, വല്ലോ അനുസരിക്കുന്നുണ്ടോന്ന്. ഒരു കൂസലും അവൾക്കില്ല. വേണ്ട ചേച്ചി, ഓരോരുത്തർ ചെയ്യുന്ന അവരവരുടെ ശരിയാ, അതനുസരിച്ച് അവർ ജീവിക്കട്ടെ. പ്രതാപന്റെ തൊണ്ടയിടറിക്കൊണ്ട് പറയുന്നു, ഒരു പക്ഷേ ശരികളും തെറ്റുകളും തിരിച്ചറിയാതെ പോയത് എനിക്കായിരിക്കും. ആലോചിച്ച് നോക്കുമ്പോൾ തെറ്റുകൾ അത്രയും ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പോൾ അനുഭവിച്ച് തീർക്കേണ്ടത് ഞാൻ തന്നെയാണ്. എനിക്ക് ശരിയെന്ന് തോന്നിയതൊന്നും ദൈവത്തിന്റെ ശരികളല്ലായിരുന്നു. ആരെങ്കിലും ഞാനൊരാൾ കാരണം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചേ പറ്റൂ. അതായിരിക്കും ഞാനിപ്പോൾ അനുഭവിക്കുന്ന കർമ്മം. അംബിക കരഞ്ഞോണ്ടല്ല പ്രതാപ. വേണ്ട ചേച്ചി, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇനി പറയണ്ട. ചേച്ചിയും ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ഏതായാലും ഇപ്പോഴെങ്കിലും പ്രതാപന് മനസ്സിലായി ചേച്ചി ശരിയല്ലെന്ന്. രാജു സങ്കടപ്പെട്ടിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. രാജനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഹൃതിയെ ഒരു കാറിലിങ്ങനെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് 12:30, 3 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഡ്രൈവറോട് പറയുന്നുണ്ട്. അതിനെന്താ സാർ, ടൈമുണ്ട്. പെട്ടെന്ന് ഹൃതിക രാജുവിനെ വിളിക്കുക. രാജു ഫോൺ കണ്ടിട്ട്, അയ്യോ ഋതു, ഈ കോൾ ഞാൻ എടുക്കണോ? ഒരു പക്ഷേ എടുത്താൽ ഋതുവിനോട് സംസാരിച്ചാൽ ഈ യാത്ര പിന്നെ എനിക്ക് മുടക്കേണ്ടി വരും. ആ ഫോൺ നെഞ്ചോടെ ചേർത്ത് വെച്ചിട്ട് രാജു പറയുന്നു, പതറരുത്, നീ എൻ്റെ ലക്ഷ്യം ഇതാണ്. ദൈവമേ, രാജു കോള് കട്ട് ചെയ്യുവാണല്ലോ. എന്നാലൊരു പക്ഷേ മെസ്സേജ് അയച്ചു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, രാജുവിനെ ഒന്നുകൂടി വിളിക്കാം എന്നും പറഞ്ഞ് വീണ്ടും വിളിക്കുവാണ് ഹൃതിക. ഹൃതിക വിളിക്കുന്നത് കണ്ടുകൊണ്ട് വീണ്ടും രാജു സങ്കടത്തോടെ ഫോണെ നോക്കിയിട്ട് ഫോൺ പെട്ടെന്ന് അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത്. ഹൃതിക, അയ്യോ രാജു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തല്ലോ. രണ്ടുപേരും അങ്ങനെ സങ്കടത്തോടെ കാറിൽ യാത്ര ചെയ്യുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഹൃതിയെ എങ്ങനെയെങ്കിലും രാജുവിനെ കണ്ടുപിടിക്കുമോ? രാജുവും ഹൃതിയും തമ്മിൽ കാണുമോ? അവർ തമ്മിൽ സംസാരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുമോ? രാജു തിരിച്ചു വരുമോ? ഹൃതികയും പ്രതാപനെയും ആ കുടുംബത്തെ രക്ഷിക്കാൻ രാജു തന്നെ വീണ്ടും തിരിച്ചു വരുമോ എന്നൊക്കെ അറിയാനായി നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.